കേരളത്തിലെ മുന്നണി സഭാവാക്യങ്ങളുടെ നിലനിൽപ്പിനെ തന്നെ നിശ്ചയിക്കുന്ന തെരഞ്ഞെടുപ്പ് ഫലമാകും ഡിസംബർ 13 പുറത്തുവരിക. തുടർഭരണം കാംക്ഷിക്കുന്ന ഇടത് സർക്കാരിനും ജീവൻ മരണ പോരാട്ടത്തിനിറങ്ങുന്ന പ്രതിപക്ഷത്തിനും കരുത്തു കാട്ടാൻ തയ്യാറെടുക്കുന്ന BJPക്കും ആ ഫലം നിർണായകമാകുമെന്ന് ഉറപ്പ്. മൂന്നാം പിണറായി സർക്കാർ എന്ന ലക്ഷ്യവുമായി മുന്നോട്ട് നീങ്ങുന്ന LDFന് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം ഭരണത്തിൻ്റെ വിലയിരുത്തലാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. വരിഞ്ഞു മുറുക്കുന്ന ധനപ്രതിസന്ധിക്കിടയിലും ക്ഷേമ പെൻഷൻ 2000 രൂപയായി ഉയർത്തിയ സർക്കാരിൻ്റെ ഉദ്ദേശം 62 ലക്ഷം കുടുംബങ്ങളുടെ പിന്തുണ ഉറപ്പാക്കി സ്വീപ്പിംഗ് മജോറിറ്റിയിൽ അധികാരം നിലനിർത്തുക എന്നത് തന്നെ. ഫലം തിരിച്ചായാൽ ശബരിമല സ്വർണ്ണക്കൊള്ള അടക്കം വോട്ടർമാരെ സ്വാധീനിച്ചുവെന്ന വിലയിരുത്തലിലേക്ക് ഇടത് ക്യാമ്പെത്തും. ആഗോള അയ്യപ്പ സംഗമവും ശതകോടികളുടെ പിലിഗ്രം ടൂറിസം പദ്ധതിയും ഒന്നും വിശ്വാസികൾ വിശ്വാസത്തിലെടുത്തില്ലെന്ന വിലയിരുത്തലാവും ഉണ്ടാവുക. മാത്രവുമല്ല, നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കേണ്ടത് ഇടത് നേതൃത്വത്തിന് മുമ്പിൽ അനിവാര്യതയായും മാറും. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഏറ്റവും വെല്ലുവിളിയാകുക 10 വർഷം പ്രതിപക്ഷത്തിരിക്കേണ്ടി വന്നതിൻ്റെ ആലസ്യം മറികടന്ന് അധികാരത്തിലെത്താൻ ശ്രമിക്കുന്ന UDFനാകും. നഗരസഭകളുടെ ഭരണത്തിൽ മാത്രമാണ് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDFന് LDFനോടൊപ്പം എത്താനായത്. നിലവിലെ 3-ൽ നിന്ന് 7 ജില്ലാ പഞ്ചായത്തുകളിലെങ്കിലും ഭരണം ഉറപ്പാക്കുക. നിലവിലെ 38-ൽ നിന്ന് 75 ബ്ലോക്ക് പഞ്ചായത്തുകളിലെങ്കിലും അധികാരം പിടിക്കുക. നിലവിലെ 351-ൽ നിന്ന് 400-ലധികം ഗ്രാമപഞ്ചായത്തുകളുടെ ഭരണം ഉറപ്പാക്കുക. നിലവിലെ 1-ൽ നിന്ന് 2 കോർപ്പറേഷനുകൾ കൂടി അധികമായി പിടിക്കുക. ഇങ്ങനെ നീളുന്നു UDFന് മുമ്പിലെ ശ്രമകരമായ ദൗത്യം. ഭരണവിരുദ്ധ വികാരം വോട്ടായി പ്രതിഫലിക്കുമെന്ന വിലയിരുത്തലിലാണ് കോൺഗ്രസ് ക്യാമ്പ്. ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്കെതിരായ വിശ്വാസ സംരക്ഷണ യാത്രകളിലൂടെ വിശ്വാസ സമൂഹത്തിൻ്റെ പിന്തുണ ഉറപ്പാക്കാൻ സാധിച്ചെന്നും കോൺഗ്രസ് നേതൃത്വം വിലയിരുത്തുന്നു. ഈ സാധ്യതകൾ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രതിഫലിച്ചില്ലെങ്കിൽ UDFൻ്റെ മുന്നണി സമവാക്യങ്ങളിൽ ഉണ്ടാകാൻ പോകുന്ന ഉലച്ചിലുകൾ ചെറുതായിരിക്കില്ല. നേട്ടമുണ്ടായാൽ അത് കൂട്ടായ നേതൃത്വത്തിൻ്റെ പ്രവർത്തന ഫലമെന്നാകും വിലയിരുത്തൽ. പക്ഷേ പ്രതീക്ഷിക്കുന്ന മുന്നേറ്റം ഉണ്ടായില്ലെങ്കിൽ വിമർശന ശരങ്ങൾ ഏൽക്കുന്നവരിൽ പ്രതിപക്ഷ നേതാവ് VD സതീശനാകും മുൻനിരയിൽ. ലൈംഗികാരോപണ വിവാദത്തിൽപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദികളിൽ സജീവമായത് എതിർചേരികൾ സംസ്ഥാന വ്യാപകമായി സ്ത്രീ വോട്ടർമാർക്കിടയിൽ രാഷ്ട്രീയ ആയുധമായി ഉപയോഗിച്ചെന്ന വിലയിരുത്തലിലേക്കും നേതൃത്വം കടക്കും. ഇതിനൊക്കെ ഒപ്പം ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെയും ഭൂരിപക്ഷ സമുദായത്തിൻ്റെയും പിന്തുണ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആർക്കൊപ്പമെന്ന ചോദ്യത്തിനുള്ള ഉത്തരം കൂടിയാകും തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം. പാലക്കാട് നഗരസഭയുടെ ഭരണം നിലനിർത്തേണ്ടത് NDAക്ക് മുന്നിൽ അഭിമാന പ്രശ്നമാകുന്നത് മറ്റു ചില രാഷ്ട്രീയ കാരണങ്ങൾ കൂടി കൊണ്ടാണ്. പാലക്കാട് നഗരസഭ നിലനിർത്താനായാൽ നിയമസഭയിലും അതിൻ്റെ പ്രതിഫലനം ഉണ്ടാകുമെന്ന വിലയിരുത്തലിലാണ് BJP. ആത്മഹത്യാ വിവാദങ്ങൾ മറികടന്ന് തിരുവനന്തപുരം നഗരസഭയിൽ കരുത്ത് കാട്ടേണ്ടതും BJPക്ക് മുമ്പിൽ ഉയർത്തുന്നത് വലിയ വെല്ലുവിളി. 2 നഗരസഭകളുടെയും 12 ഗ്രാമപഞ്ചായത്തുകളുടെയും ഭരണം നിലനിർത്തുന്നതിനൊപ്പം ബ്ലോക്ക് പഞ്ചായത്തുകളിലും ജില്ലാ പഞ്ചായത്തുകളിലും അടക്കം മുന്നേറ്റം കാഴ്ചവെക്കാനായാൽ രാജീവ് ചന്ദ്രശേഖറിൻ്റെ നേതൃത്വത്തിന് അത് ആത്മവിശ്വാസം ഇരട്ടിയാക്കും. തിരിച്ചടിയുണ്ടായാൽ ഇടഞ്ഞു നിൽക്കുന്ന മുരളീധരൻ, സുരേന്ദ്രൻ വിഭാഗങ്ങളടക്കം രാജീവ് ചന്ദ്രശേഖറിനെതിരായ വിമർശനങ്ങളുടെ മൂർച്ച കൂട്ടും. സംസ്ഥാന നേതൃത്വത്തിനെതിരായ പടലപ്പിണക്കവും അഭിപ്രായ ഭിന്നതയും പരിഹരിക്കേണ്ടത് BJP ദേശീയ നേതൃത്വത്തിൻ്റെ ബാധ്യതയാകുമെന്നും തീർച്ച. ഡിസംബർ 13 എന്ന് കേൾക്കുമ്പോൾ മുന്നണികളുടെയും മുൻനിര നേതാക്കളുടെയും ഒക്കെ ചങ്കിടിപ്പ് കൂടുന്നത് ഇക്കാരണങ്ങൾ കൊണ്ട് തന്നെ. നമസ്കാരം.